നമസ്കാരം. 21/12/2025 നടന്ന സെക്രട്ടറി എക്സാമിൻ്റെ 10 ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 53, 40, 27, 27 ഡാഷ്. അപ്പം ആലോചിച്ചോക്കണം, ഇത് രണ്ട് സെയിം നമ്പറാണ്, ഇതും സെയിം നമ്പറാണ്, ഇതും സെയിം നമ്പറാണ്. അപ്പോൾ നമുക്കതിനെ 53 എന്ന് പരിഗണിക്കാം, ഇത് 40 എന്ന് പരിഗണിക്കാം, ഇത് 27 എന്ന് പരിഗണിക്കാം. 50 40 എന്ത് സംഭവിച്ചു? 53 40 എന്ത് സംഭവിച്ചു? 53 40 ആവണമെങ്കിൽ 13 കുറയണം, ശരിയല്ലേ? 53 13 കുറയപ്പോഴല്ലേ 40 കിട്ടുന്നേ? 40 13 കുറയപ്പോഴല്ലേ 27 കിട്ടുന്നേ, ശരിയല്ലേ? അപ്പൊ 27 13 കുറയട്ടെ. ഇപ്പൊ 27 13 പറഞ്ഞാൽ 14 കിട്ടും. അപ്പൊ 2 വട്ടം 14 ആയിരിക്കുമല്ലോ ഇനി സ്വാഭാവികമായിട്ടും വരാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ നോക്കുന്നുണ്ട്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഓക്കെ അല്ലേ? അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഡെസിമൽ ഓഫ് ആൻ അവർ എ സെക്കൻഡ്? ഒരു മണിക്കൂറിന്റെ എത്ര ഭാഗമാണ് ഒരു സെക്കൻഡ് എന്നാ ചോദ്യം. ഓക്കെ, അത് കണ്ടെത്താൻ ഒരു സെക്കൻഡ് ഒരു മണിക്കൂറിന്റെ എത്ര ഭാഗമാണ്? ഒരു മണിക്കൂർ എന്ന് പറയുന്നത് അപ്പൊ ഇനി എത്ര സെക്കൻഡ് അത് നോക്കണം. നിങ്ങൾക്കറിയാലോ, ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ 60 മിനിറ്റ് ആണ്. ഓരോ മിനിറ്റും 60 സെക്കൻഡ് ആയതുകൊണ്ട് 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 × 60 മീൻസ് 3600 സെക്കൻഡ് ആണ്. അപ്പൊ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞാൽ 3600 സെക്കൻഡ് ആണ്. ഓക്കെ, അപ്പം 1/3600 ചെയ്താൽ നമ്മുടെ ഉത്തരവാണ്. അപ്പൊ 1/3600 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ ഉത്തരം. ഓക്കെ, നമുക്ക് 1/3600 കൊണ്ടൊന്ന് ഡിവൈഡ് ചെയ്താലോ. 1/3600 അടങ്ങത്തില്ല, അപ്പോൾ ഒരു ഡെസിമൽ കൊടുക്കുക, ഒരു 0 കൊടുക്കുക. 10 3600 അടങ്ങത്തില്ല, അപ്പോൾ ഒരു 0 കൊടുക്കുക, വീണ്ടും ഒരു 0 കൊടുക്കുക. 100 3600 അടങ്ങത്തില്ല, അപ്പോൾ ഒരു 0 കൊടുക്കുക, ഒരു 0 കൊടുക്കുക. 1000 3600 അടങ്ങത്തില്ല, അപ്പോൾ വീണ്ടും ഒരു 0 കൊടുക്കുക, പിന്നെ ഒരു 0 കൊടുക്കുക. 10,000 3600 അടങ്ങും. എത്ര വട്ടം? 2 വട്ടം അല്ലേ? 2 വട്ടം. ഓക്കെ, 2 വട്ടം. അപ്പൊ 2 വട്ടേ പറ്റൂ. 2 7200 സംതിങ്. ഇത്രയും വെച്ച് നമുക്ക് പിടിക്കാം. അതായത് 0.0002 എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ഓപ്ഷൻ സി ആണ്. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി. ബാക്കിന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, 0.000 എന്ന് വന്നപ്പോൾ തന്നെ അങ്ങനെ ഒരു ഓപ്ഷനേ ഉള്ളായിരുന്നു, ഓപ്ഷൻ സി. പിന്നെ അത് 2 വട്ടം അടങ്ങുമോ 3 വട്ടം അടങ്ങുമോ നമ്മൾ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഉത്തരം ഓപ്ഷൻ സി. ക്ലിയർ അല്ലേ? ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, 3 candidates contested in an election and received 22,500, 26,800, 38,200. ഓക്കെ, votes respectively. What is the percentage of the total vote winning candidate get? അതായത് മൊത്തം വോട്ടിന്റെ എത്ര പെർസെൻറ്റേജ് വിന്നിങ് കാൻഡിഡേറ്റിന് കിട്ടിയെന്ന. അപ്പൊ വിന്നിങ് കാൻഡിഡേറ്റിന് കിട്ടിയത് 22,500 വോട്ടാണ്. പക്ഷെ അങ്ങനല്ലല്ലോ, ചുമ്മാ എഴുതു പറയണോ. വിന്നിങ് കാൻഡിഡേറ്റിന് ഏറ്റവും കൂടുതൽ വോട്ടല്ലേ കിട്ടിയത്? അതെത്ര? 38,200. അപ്പൊ വിന്നിങ് കാൻഡിഡേറ്റിന് കിട്ടിയത് 38,200 വോട്ടാണ്. കാരണം അതാണല്ലോ ഏറ്റവും കൂടിയ നമ്പർ. ആ കൂടിയ നമ്പർ മേടിച്ച ആളായിരിക്കുമല്ലോ വിജയിക്കുന്നത്. ബൈ അത് മൊത്തം വോട്ടിന്റെ എത്ര പെർസെൻറ്റേജ് ആണെന്നാ കണ്ടെത്തേണ്ടത്. മൊത്തം വോട്ടിന്റെ എത്ര പെർസെൻറ്റേജ് ആണ്? അപ്പൊ മൊത്തം വോട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ മൊത്തം വോട്ട് നമുക്ക് ഇവിടോട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്താലോ. അതായത് 22,500, 26,800, 38,000, ശ്രദ്ധിക്കണം, 38,200. 0 0 8 2 10 5 15 5 1 8 2 10 6 16 1 17 7 1 3 2 5 5 2 7 1 8 87,500 വോട്ടാണ് മൊത്തം നടന്നേക്കുന്നത്. ഇനി 87,500-ൽ 38,200 നമ്മുടെ വിന്നിങ് കാൻഡിഡേറ്റിന് കിട്ടി. അതിനെ 100 കൊണ്ട് ഗുണിക്കപ്പം പെർസെൻറ്റേജ്. ഈ 2 0 ഈ 2 0 ആയിട്ട് കട്ട്. ക്ലിയർ അല്ലേ? ഈ 100-നെയും 875-നെയും 25 വെച്ച് കട്ട്. 100-നകത്ത് 25 4 തവണ. 875 25. 875-നകത്ത് 25 കൊണ്ട് ഹരിച്ചാൽ മതി. 25 3 75. ബാക്കി 2 1. 25 5 125. ഓക്കെ, അപ്പം 35 എന്ന് കിട്ടി. 35. ക്ലിയർ അല്ലേ? 4. ഓക്കെ, ഇനി പോകത്തില്ല, ഇനി കട്ട് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഇനി മൾട്ടിപ്ലൈ ഡിവൈഡ് ചെയ്യാനേ പറ്റൂ കേട്ടോ. 382 × 4 8 4 2 8 8 4 32 3 4 3 12 3 15 1528/35 ചെയ്യപ്പോൾ ഉത്തരം
1528 ബൈ 35 ചെയ്യപ്പോൾ ഉത്തരം. ഇത്രയും ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 1528 ബൈ 35. 35 എത്ര തവണ? ഓപ്ഷൻ്റെയും കൂടെ സഹായം തേടാം. എല്ലാ ഓപ്ഷനിലും ആദ്യം നിൽക്കുന്ന 4 അല്ലേ, അപ്പം 4 തവണ. 140 വരും. 35 × 4 140 അല്ലേ? 2 1 12 8. 128 35 എത്ര തവണ? 35 4 തവണ 140. അപ്പം 3 തവണയല്ലേ? 3. അപ്പം 35 × 3 അടിക്കും. 3 5 15 1 3 9 1 10 105. അപ്പം 105 ഇവിടെ വരും. 8 ന് 5 ആയ 3 2 23. ഇനി പോയിന്റ് ഇടണം 0. 230. 43 സംതിങ് എന്ന ഉത്തരം. അപ്പോൾ ഓപ്ഷൻ സി ഓപ്ഷൻ ഡിയും വെട്ടി. അപ്പൊ 43.6 കൊണ്ട് 5 ഉണ്ട്. 6 ആണോ 5 ആണോ? 35 6 തവണ ഒന്ന് അടിച്ചു നോക്കാം. 6 5 30 3 6 3 18 3 21 അടങ്ങും. ഓക്കെ, അപ്പൊ 6. അപ്പൊ 210. ഇനി മുമ്പോട്ട് പോകേണ്ട കാര്യമില്ല, കാരണം 43.6 തുടങ്ങുന്ന ഒറ്റ ഓപ്ഷൻ, ഓപ്ഷൻ എ ഉത്തരം. മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിൾ കഥയേ ഉള്ളൂ. അടുത്ത ക്വസ്റ്റ്യൻ, 4ാമത്തെ ചോദ്യം. രവി bought an LED TV for rupees 42,500. അതായത് ഒരു പുള്ളിക്കാരൻ ഒരു കോസ്റ്റ് പ്രൈസാ അയാൾ വാങ്ങിച്ചെന്നാ പറഞ്ഞേക്കുന്നത്. 42,500 രൂപയ്ക്ക് ഒരു LED TV വാങ്ങിച്ചു. ആൻഡ് പെയ്ഡ് ഫോർ 450 ഫോർ ദ ട്രാൻസ്പോർട്ടേഷൻ. എന്നുവെച്ചാൽ അത് കൊണ്ടുവരാനുള്ള ചെലവിനായിട്ട് ഒരു 450 രൂപയും കൂടെ മുടക്കി. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അയാൾ 42,500 മാത്രമല്ല, പിന്നെ ഒരു 450 രൂപയും കൂടെ മുടക്കി. അങ്ങനെ ടോട്ടലി അങ്ങേർക്ക് 42,950 രൂപ ചെലവായി. 42,500 450 രൂപയും കൂടെ കൂട്ടണം. 42,500 450 കൂടെ കൂട്ടപ്പോൾ 42,950 രൂപ ചെലവായി. ഇനി അയാൾ അത് സെല്ല് ചെയ്തത് എത്ര രൂപയ്ക്കാ? 40,000 രൂപയ്ക്ക്. അപ്പൊ അയാളുടെ ലോസ് പെർസെൻറ്റേജ് എത്രയാണെന്നാ ചോദ്യം. ലോസ് പെർസെൻറ്റ് നിങ്ങൾ ആലോചിച്ച് നോക്ക്. 42,950 വാങ്ങിച്ചിട്ട് 40,000 വിൽക്കപ്പോൾ ലോസ് സംഭവിക്കുമല്ലോ. എത്ര രൂപ? 42,950 40,000 കളാ 2,950 രൂപ ലോസ് സംഭവിക്കും. 2,950 രൂപ ശരിയല്ലേ? 40,000 42,950 നമ്മൾ വ്യത്യാസം. ഇനി ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറ. ലോസ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. ഇവിടെ ലോസ് എത്രയാണെന്ന് വെച്ചാൽ 2,950 ആണ്. 2,950 ബൈ കോസ്റ്റ് പ്രൈസ് എത്രയാണെന്ന് വെച്ചാൽ 42,950 ആണ്. ഇൻറ്റു 100. ഈ പൂജ്യയുടെ കട്ട്. ഇനി നമുക്ക് 295 ഇതിനെ 5 വെച്ച് കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ 295 5 വെച്ച് കട്ട് ചെയ്ത് എത്ര കിട്ടും? 5 25 4 5 9 5 45 59 കിട്ടും. ഈ 4,295 5 വെച്ച് കട്ട് ചെയ്ത് എത്ര കിട്ടും? 8 5 40 കിട്ടും. 2 9 5 25 വരും. 4 5 9 859 വരും. അപ്പം 59 100 5,900 ബൈ 859. ഓക്കെ, ഇനി നമുക്ക് ഡിവിഷൻ നടത്താം. അതേ പറ്റൂ, കട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല. 9 5 59 ഒരു പ്രൈം നമ്പർ അല്ലേ, ഇത് വെച്ച് നോക്കിയിട്ട് നടക്കാത്തോണ്ട് ഡിവിഷൻ നടത്താം. 59 2 0 859 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓപ്ഷനോടെ പരിഗണിക്കുക. 5 ഉണ്ട് 4 ഉണ്ട് 6 ഉണ്ട്. അപ്പൊ 5 4 6 ഇതിന്റെ ഏതെങ്കിലും ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും. ഓക്കെ, ഇതൊരു 900 ആണെന്ന് വിചാരിച്ചോ. 900 അതിനകത്ത് 6 തവണ ഒന്ന് നോക്കാം. 859 × 6 9 6 54 5 6 5 30 5 35 3 6 8 48 3 51. ഓക്കെ, 51 വരും. 6 തന്നെ 6. അപ്പൊ 5,154. ബാക്കി 10 4 പോയ 6 9 5 പോയ 4 8 1 പോയ 8 1 പോയ 7 746 പോയിന്റ് ഇട്ട് 6 പോയിന്റ് എന്ന് വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഇത് രണ്ടും തൽക്കാലം വെട്ടി. 6.8 ഉണ്ട് 6.5 ഉണ്ട്. അപ്പൊ 5 ആണോ 8 ആണോ? ഇവിടെ ഡെസിമൽ ഇട്ട് ഇവിടെ 0 കൊടുത്തു. ഓക്കെ, അപ്പം ഈ എന്തായാലും 6 അല്ല കാര്യം. എന്താന്ന് വെച്ചാൽ 5 അല്ല കാര്യം. 859 × 6 അടിക്കപ്പോൾ തന്നെ 5,100. ഇവിടെ കിടക്കുന്ന 7,000 സംതിങ്. അപ്പം ഇതും വിട്ടാം.
859 × 6. ഓക്കെ, ഇവിടെ 6 വരത്തില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് ഓപ്ഷൻ ബി ഉത്തരം. നമുക്കൊന്ന് നോക്കാം, ഒരു സ്റ്റെപ്പ് കൂടെ വേണേൽ കാണിക്കാം. അപ്പൊ 859 × 8 അടിക്കാം. ഓക്കെ, 9 8. ഈ 8 ഇവിടെ നമ്മൾ ഓപ്ഷനിൽ നമുക്ക് എടുക്കുക കേട്ടോ. 9 8 72 7 8 5 40 7 47 4 8 8 64 68 68. ഓക്കെ അല്ലേ? അപ്പൊ 8 6 8 7 2 10 8 2 8 7 15 8 5 13 കണ്ട 588. ഇനി സംതിങ് വരും, പക്ഷെ ഓപ്ഷൻ പ്രകാരം ഇത്രയും ഉള്ളതുകൊണ്ട് നമുക്ക് അതിന്റെ ഉത്തരം കിട്ടിയതുകൊണ്ട് നമ്മൾ നിർത്തുവാണ്. ഓപ്ഷൻ ബി 6.8%. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. എ ബോക്സ് ഹാസ് ₹1256 1256 in the denomination of ₹2, ₹5 and ₹10 coins. അതായത് ഒരു ബാഗിൽ 2 രൂപയുടെയും 5 രൂപയുടെയും 10 രൂപയുടെയും കോയിനുകൾ മൊത്തത്തിൽ 1256 രൂപയുണ്ട്. ദ കോയിൻസ് ആർ ഇൻ ദ റേഷ്യോ 6:9:10. ആ കോയിന്റെ റേഷ്യോ 6:9:10 ആണ്. ഹൗ മെനി കോയിൻസ് ഓഫ് ₹5 ആർ ഇൻ ദ ബാഗ്? 5 രൂപ കോയിന്റെ എണ്ണം എത്ര? അപ്പൊ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനൊരു പാറ്റേൺ അത് നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കുക, അതൊന്ന് ഫോളോ ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഉള്ള കോയിൻസിന്റെ എണ്ണം നോക്കണം. ഒന്ന് 2 രൂപ കോയിൻ ഉണ്ട്, അടുത്തത് 5 രൂപ കോയിൻ ഉണ്ട്, അടുത്തത് 10 രൂപ കോയിൻ ഉണ്ട്. ആ കോയിന്റെ റേഷ്യോ തന്നിട്ടുണ്ട് എത്ര? 6:9:10. എണ്ണങ്ങളുടെ റേഷ്യോ ആണ്. നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രൂപ എന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. എണ്ണത്തിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രൂപ, അതായത് ഇത്ര എണ്ണം ഉള്ളെന്ന് വിചാരിക്കുക. 2 രൂപയുടെ കോയിന് 6 എണ്ണ ഉള്ളെന്ന് വിചാരിക്കുക. എന്തായാലും 6ന്റെ ഒരു മൾട്ടിപ്പിളാണ്. 5 രൂപ കോയിൻ 9 എണ്ണം ഉള്ളതെന്ന് വിചാരിക്കുക. യഥാർത്ഥത്തിൽ 9 അല്ല, 9ന്റെ ഒരു മൾട്ടിപ്പിൾ ആയിരിക്കും ഉണ്ടാവുക, കാരണം അതിന്റെ റേഷ്യോ ആണ് 9. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക, എത്ര 5 രൂപ കോയിൻ ഉണ്ടെന്നാ ചോദ്യം. 5 രൂപ കോയിന്റെ എണ്ണം 9. അപ്പൊ 9ന്റെ ഒരു മൾട്ടിപ്പിൾ ഉത്തരം വരത്തുള്ളൂ. 9ന്റെ ഒരു മൾട്ടിപ്പിൾ 45 ഉണ്ട്, 72 ഉണ്ട്. അതല്ലേ ഓപ്ഷനിലുള്ളത്. 48 ഒരിക്കലും ഉത്തരവാകാൻ പോകുന്നില്ല, 80 ഉത്തരവാകാൻ പോകുന്നില്ല. അപ്പൊ 9ന്റെ മൾട്ടിപ്പിൾ ആയ 45 72 ഇത് ഏതെങ്കിലും ആയിരിക്കും ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്ക് ചുമ്മാ നോക്കാം, അത് ഏതാണെന്ന് നോക്കാം. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളു. അപ്പം 10 രൂപ കോയിൻ 10 എണ്ണം ഉണ്ടെന്ന് നമ്മളങ്ങ് വിചാരിക്കുക. 2 രൂപയുടെ 6 കോയിൻ ഉണ്ട്, 5 രൂപയുടെ 9 കോയിൻ ഉണ്ട്, 10 രൂപയുടെ 10 കോയിൻ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ മൊത്തത്തിൽ എത്ര രൂപയുണ്ട്? ഇപ്പൊ 2 രൂപയുടെ 6 കോയിൻ ഉണ്ടെങ്കിൽ മൊത്തത്തിൽ 12 രൂപയുണ്ട്. 5 രൂപയുടെ 9 കോയിൻ ഉണ്ടെങ്കിൽ 45 രൂപയുണ്ട്. 10 രൂപയുടെ 10 കോയിൻ ഉണ്ടെങ്കിൽ 100 രൂപയുണ്ട്. ഓക്കെ, 10 രൂപയുടെ 10 കോയിൻ ഉണ്ടെങ്കിൽ 10 × 10 100 രൂപ. 5 രൂപയുടെ 9 കോയിൻ ഉണ്ടെങ്കിൽ 5 × 9 45 രൂപ. 2 രൂപയുടെ 6 കോയിൻ ഉണ്ടെങ്കിൽ 2 × 6 12 രൂപ. ഇത് ആഡ് ചെയ്യപ്പം മൊത്തം ഇത്ര നമ്പറേ ഉള്ളെങ്കിൽ കോയിന്റെ മൊത്തം രൂപ കിട്ടും. റേഷ്യോന് ആനുപാതികമായിട്ടുള്ള രൂപ കിട്ടും. മൊത്തം റേഷ്യോന് ആനുപാതികമായിട്ടുള്ള രൂപ കണ്ടെത്തുക. ഇപ്പൊ 100 45 145 145 12 157. അപ്പം റേഷ്യോ പ്രകാരം ഇതിനകത്ത് 157 രൂപയുള്ള, പക്ഷെ കണക്ക് പ്രകാരം 1256 രൂപയുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിളിക്കാം, 157 ആണ് യഥാർത്ഥത്തിൽ റേഷ്യോ പ്രകാരമുള്ള ടോട്ടൽ രൂപ. പക്ഷെ യഥാർത്ഥത്തിൽ എത്ര ഉണ്ട്? 1256 ഉണ്ട്. അപ്പൊ 157 ആണ് 1256 എന്ന് നിങ്ങളങ്ങ് വിചാരിച്ചേക്കുക. 157 രൂപയാണ് 1256 എന്നങ്ങ് വിചാരിക്കുക, സിമ്പിൾ ആയിട്ട്. ഇനി നിങ്ങൾക്ക് 5 രൂപ കോയിന്റെ എണ്ണോ കണ്ടെത്തുന്നത്. അപ്പൊ 9 എത്രയാണെന്ന് ചിന്തിച്ചാൽ മതി. 157 1256 ആണെങ്കിൽ 9 എത്രയാണെന്ന് നോക്കിയാൽ 5 രൂപ കോയിന്റെ എണ്ണം കിട്ടും. 10 എത്രയാണെന്ന് നോക്കിയാൽ 10 രൂപ കോയിന്റെ എണ്ണം കിട്ടും. 6 എത്രയാണെന്ന് നോക്കിയാൽ 2 രൂപ കോയിന്റെ എണ്ണം കിട്ടും. അത്രയേ ഉള്ളൂ. അതായത് ക്രോസ് ചെയ്ത് ഓടിക്കുക, ഇയാളെ കൊണ്ടായിരിക്കുക. ഇപ്പൊ 9 × 1256 / 157. 157നെ എന്തെങ്കിലും കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 1256 കിട്ടുമോ? 157 × 10 അടിക്കണ്ട, 6 കിട്ടണമെങ്കിൽ 7നെ 8 വെച്ച് നോക്കാം. 8 7 56 5 8 5 40 5 45 4 1 8 4 12. ഓക്കെ, അപ്പൊ ഈ സാധനം ഇതോടെ കട്ട് ചെയ്ത് 8 × 9 എത്ര? 72. ഉത്തരം 72 എന്ന് കിട്ടും. ഓപ്ഷൻ സി. സംഭവം മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം ഞാൻ ചുമ്മാ എന്ന് പറഞ്ഞോട്ടെ. ചുമ്മാ വെറുതെ ഒരു കാര്യം പറയാം, വെറുതെ തമാശയ്ക്ക് പറയാണ്. ഇപ്പൊ സംഭവം മനസ്സിലായല്ലോ. ഇതാണ് അതിന്റെ ആൻസർ ഉത്തരവൊക്കെ കിട്ടി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് മറ്റൊരു രീതിയിലൂടെ ചെയ്യാം.
മറ്റൊരു രീതി സംഭവം എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻ ഉപയോഗിച്ച് ചെയ്യാം. ഓപ്ഷൻ പറഞ്ഞല്ലേ, ഇതെങ്ങനെ വഴി മറന്നു പോയാലേ. അപ്പം നമ്മുടെ ചോദ്യത്തിൽ 2 രൂപയുണ്ട്, 5 രൂപയുണ്ട്, 10 രൂപയുണ്ട്. ആ റേഷ്യോ എത്രയാണെന്നാണ് പറഞ്ഞേക്കുന്നത്? 6:9:10. അപ്പൊ നമുക്ക് ആരുടെ എണ്ണം കണ്ടെത്തണ്ട? 5 രൂപ കോയിന്റെ എണ്ണം. 5 രൂപ കോയിന്റെ എണ്ണം എപ്പോഴും എന്തുമായിരിക്കും? 9ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കും. ഓപ്ഷൻ പ്രകാരം ഇതിനകത്ത് 45 ഉണ്ട്, 72 ഉണ്ട്. 9ന്റെ മൾട്ടിപ്പിൾ ആയിട്ട് വരുന്നത്. ബാക്കി 2 എണ്ണം വെട്ടി. അപ്പൊ ഇതിനകത്തോ ഇതാണോ എന്ന് ചെക്ക് ചെയ്താൽ ആദ്യം സ്വാഭാവികമായിട്ട് നമ്മൾ 45 ആയിരിക്കും ചെക്ക് ചെയ്യുന്നത്. അപ്പൊ 45 ഇങ്ങോട്ട് എഴുതാം. ഈ 9നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ആയപ്പോഴാണ് 45 കിട്ടുന്നത് നോക്കുക. 9നെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ആയപ്പോഴാണ് 45 കിട്ടുന്നത്. അതേ 5 എടുത്ത് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് 6×5 30 എണ്ണം. അതായത് 5 രൂപ കോയിന്റെ എണ്ണം 45 എണ്ണം ഉണ്ടെന്ന് അർത്ഥം. അങ്ങനെയാണെങ്കിൽ 2 രൂപ കോയിന്റെ എണ്ണം 30 എണ്ണം ആയിരിക്കും. 10 രൂപ കോയിന്റെ എണ്ണം 10 രൂപ കോയിന്റെ എണ്ണം എങ്ങനെ കണ്ടെത്തുന്നത്? ഈ 10നെ ഇതേ 5 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 50 കിട്ടും. അതായത് ഇതാ റേഷ്യോ എങ്കിൽ ഇതാണ് അതിന്റെ എണ്ണം എന്ന് പറയുന്നത്, കറക്റ്റ് എണ്ണം. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ, ഈ എണ്ണത്തിന് അനുസരിച്ച് ഈ 1256 കിട്ടുമെന്ന് നോക്കിയാൽ പോരെ. 2 രൂപ 30 എണ്ണം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ എത്ര രൂപയായി? 60 രൂപ. 5 രൂപ 45 എണ്ണം ഉണ്ട്, എത്രയായി? 1420, 225 രൂപ. 10 രൂപ 50 എണ്ണം ഉണ്ട്, എത്രയായി? 500 രൂപ. അപ്പൊ 500, 200, 700, 785 രൂപ ഇതിന്റെ ടോട്ടൽ കിട്ടത്തുള്ളൂ. ഓക്കെ, ഇതെല്ലാം കൂടെ ആഡ് ചെയ്യപ്പോൾ നമുക്ക് കിട്ടാൻ പോകുന്നത് 785 രൂപയാണ്. നമുക്ക് കിട്ടേണ്ടത് 1286 രൂപ. അപ്പോൾ ഓപ്ഷൻ എയും അല്ല, ഇതല്ല, അങ്ങനെയാണ് ഇത് കറുപ്പിക്കുക. തീർന്നു, ഓപ്ഷൻ സി ഉത്തരം. ഓക്കെ, ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് കാണിച്ചേക്കാം, ചുമ്മാ ഇരിക്കട്ടെ. 2 രൂപ കോയിൻ ഉണ്ട്, 5 രൂപ കോയിൻ ഉണ്ട്, 10 രൂപ കോയിൻ ഉണ്ട്. 6ന്റെ റേഷ്യോ 6:9:10 റേഷ്യോ. ഓക്കെ, നിങ്ങൾ നോക്കണം. 5 രൂപ കോയിന്റെ എണ്ണം നമ്മുടെ ചോദ്യം. 5 രൂപ കോയിന്റെ എണ്ണം ഞാൻ 72 എന്ന് എടുക്കുന്നത്. 72. 9നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 72 ഇട്ട് 8. അതേ 8 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന 6×8 48. അതേ 8 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്ന 10×8 80. ഓക്കെ, ഇനി അടുത്തത് 2 രൂപ. ഇത് എണ്ണമാ, മൊത്തത്തിലുള്ള എണ്ണം. 5 രൂപയുടെ എണ്ണമാണല്ലോ 72. അപ്പം 2 രൂപയുടെ എണ്ണം ആയിരിക്കും 48, 10 രൂപയുടെ എണ്ണം ആയിരിക്കും 80. അപ്പൊ 2 48 എണ്ണം ഉണ്ടെങ്കിൽ മൊത്തം 96 രൂപയുണ്ട്. 5 72 എണ്ണം ഉണ്ടെങ്കിൽ 72 × 5 360 രൂപയുണ്ട്. 10 രൂപ 80 എണ്ണം ഉണ്ടെങ്കിൽ 800 രൂപയുണ്ട്. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യും. 800ഉം 360ഉം 96. 6ഉം 9 6 15 ഇഷ്ടമൊന്ന് 8 3 11 1 12 1286. ഓക്കെ, ഇങ്ങനെ ചെയ്യാം. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ ഉള്ളൂ, വെറുതെ തമാശക്ക് ഇരുന്നോട്ടെ. എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡിലൂടെ ഫോളോ ചെയ്യാം. ഭാഗ്യം ഉണ്ടായി ചിലപ്പോൾ 3 ഓപ്ഷനും വെട്ടി ഒരെണ്ണം മാത്രമായിട്ട് അവശേഷിക്കുകയും ചെയ്യും. അടുത്ത 6ാമത്തെ ക്വസ്റ്റ്യൻ. ദ ആവറേജ് മാർക്ക് ഓഫ് 125 സ്റ്റുഡൻസ് ഇൻ എ ഗ്രൂപ്പ് ഈസ് 485. 485. If one more student join in this group, the average changes to 484. 484. What is the mark of the new student? അതായത് 125 കുട്ടികളുടെ ആവറേജ് മാർക്ക് ഓഫ് 125 സ്റ്റുഡൻസ് ഈസ് 485 എന്നാണ് പറഞ്ഞേക്കുന്നത്. അതായത് എണ്ണം, ആവറേജ്. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് ടോട്ടൽ കിട്ടും. അതായത് എണ്ണം 125 ആണ്, അവരുടെ ആവറേജ് 485. ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഇത്രയും പേരുടെ ടോട്ടൽ കിട്ടും. അതായത് 125 × 485. 5 25, 2, I2 10 2 12, 1 5 5 1 6, 8 5 40, 4, N2 16 4 20, 2 8 8 2 10, 4 × 5 20, 2 4 2 8 2 10, 1 1 4 4 1 5. ഓക്കെ, 5 2 6 0 6. അതായത് 60,625 ആണ് ഈ 125 പേരുടെ ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത്. ടോട്ടൽ മാർക്ക്. ഓക്കെ, ഇനി അടുത്തത് ഒരാളും കൂടെ വന്ന്, എന്നുവെച്ചാൽ 125 എന്നുള്ളത് 126 ആയി.
അപ്പൊ ആവറേജ് 484 എന്നാ പറഞ്ഞേക്കുന്നത്. 484 ഇത് തമ്മിൽ മൾട്ടിപ്ലൈ അപ്പം പുതിയ ടോട്ടൽ കിട്ടും. 125 പേരുടെ ടോട്ടലായി ഇത്. ഒരാളൂടെ വന്നപ്പം 126 അപ്പം ആവറേജ് 484 എന്നാ പറഞ്ഞേക്കുന്നത്. ഇത് മൾട്ടിപ്ലൈ ഇപ്പൊ ഈ 126 പേരുടെ ടോട്ടലൂടെ കിട്ടും. അപ്പൊ 484 ഇൻറ്റു 126 6 4 24 2 6 8 48 2 50 5 6 4 24 5 29 4 2 8 8 2 16 4 2 8 1 9 1 4 4 1 8 8 1 4 4 4 8 6 4 10 9 19 1 9 1 10 19 20 2 6 അപ്പൊ നമുക്ക് കിട്ടിയേക്കുന്ന 60,984. ഓക്കെ, 125 പേരുടെ ടോട്ടൽ ഇത്. ഒരാളൂടെ ആഡ് ചെയ്തപ്പം ടോട്ടൽ ഇത്. അപ്പൊ ആ കൂടി നിൽക്കുന്നത് പുതിയ ആളുടെ നമ്പർ അല്ലേ, പുതിയ ആളല്ലേ, പുതിയ ആളുടെ മാർക്കല്ലേ. ഓക്കെ, ഒരാളെ ഒഴിവാക്കി നിർന്നപ്പം ടോട്ടൽ ഇത്, ഒരാളെയും കൂടെ ആഡ് ചെയ്ത് ചേർത്തപ്പം ടോട്ടൽ ഇത്. അപ്പൊ എക്സ്ട്രാ കയറിയേക്കുന്നതെന്ന് പറഞ്ഞാൽ പുതിയ ആളുടെ അല്ലേ. അപ്പൊ തമ്മിലുള്ള വ്യത്യാസം എടുത്താൽ പോരെ. അപ്പൊ 60,984 മൈനസ് 60 625 9 5 14 7 2 5 9 6 3 359 പുതിയ ആളുടെ ടോട്ടൽ, പുതിയ ആളുടെ ആവറേജ് 359 ഓപ്ഷൻ എ. ഓക്കെ, ഇത്രയേ ഉള്ളൂ. വലിയ കാൽക്കുലേഷൻ ഒക്കെ തന്നെയാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സെലക്ട് ദ ഓഡ് നമ്പർ. 7ാമത്തെ ക്വസ്റ്റ്യനാണ്. 27 64 27 ഒക്കെ കാണപ്പോഴേ നിങ്ങൾക്ക് അറിഞ്ഞൂടെ 3ന്റെ ക്യൂബാന്ന്. 64 4ന്റെ ക്യൂബ് അല്ലേ, 125 5ന്റെ ക്യൂബ് അല്ലേ, 216 6ന്റെ ക്യൂബ് അല്ലേ. ഇവിടെ 7ന്റെ ക്യൂബ് കിടന്നാൽ കൊള്ളായിരുന്നു. 7ന്റെ ക്യൂബ് യഥാർത്ഥത്തിൽ 343, പക്ഷെ ഇവിടെ 342. ഉത്തരം ഓപ്ഷൻ ബി ആണ് ഓഡ് 1. അടുത്ത ആൾ 8ന്റെ ക്യൂബാണ് 512. അപ്പൊ ഇത് മാത്രം ക്യൂബ് നമ്പർ അല്ല, 342 343 ആയിരുന്നേ അതൊരു ക്യൂബ് നമ്പർ ആയനെ. അപ്പൊ 342 ഓപ്ഷൻ ബി ഉത്തരം. ഓക്കെ, 8ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ എ സർട്ടൻ കോഡ് ഡേറ്റ് is coded as CBSF and mark is coded as LBQL. അങ്ങനെ റാങ്ക് കോഡ് എന്താന്നാ ക്വസ്റ്റ്യൻ. നിങ്ങൾ ആലോചിക്കുക, ഈ റാങ്കിന്റെ എല്ലാ വേർഡും ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് പൊക്കി എടുക്കാവുന്നതാണ് കേട്ടോ. അതിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു, അല്ലാതെ വേണ്ട. റാങ്കിന്റെ എല്ലാം ഒന്നും ഇവിടെ കിടപ്പില്ല, എന്നൊന്നും ഇല്ലല്ലോ. അപ്പം അതല്ല ഇതല്ല കഥ. അപ്പൊ ഡി നോക്ക്, ഡിക്ക് നമ്പർ നമുക്ക് കൊടുക്കാം 4, സിക്ക് നമ്പർ കൊടുക്കാം 3. അപ്പൊ 4 3 ആയി, 1 പറഞ്ഞു. എ 1 ആണ്, ബി 2 ആണ്, അപ്പൊ 1 കൂടി. ടി 20 ആണ്, എസ് 19 ആണ്, 1 പറഞ്ഞു. ഇ 5 ആണ്, എഫ് 6 ആണ്, 1 കൂടി. അതായത് 1 പറഞ്ഞ് 1 കൂടി, 1 പറഞ്ഞ് 1 കൂടി, അങ്ങനെ നിൽക്കുക. ഇവിടെ എങ്ങനെയാണെന്ന് നോക്ക്. എം 13 എൽ 12 ആണ്, 1 പറഞ്ഞു. ഇനി അങ്ങോട്ട് ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ യഥാർത്ഥത്തിൽ 1 പറഞ്ഞ് 1 കൂടി, 1 പറഞ്ഞ് 1 കൂടി. 6 എന്ന് പറഞ്ഞാൽ 18, 18 1 ആയ 17, 17ാമത്തെ ലെറ്റർ ആരാ? പി 16, ക്യൂ 17, ക്യൂ ആണ്. എ 1 ആണ്, 1 1 2, 2ാമത്തെ ലെറ്റർ ബി. ക്യൂ ബി എന്ന് പറയുന്ന ഒറ്റ ഓപ്ഷനേ ഉള്ളെങ്കിൽ അല്ല. തുടരാം. എൻ എന്ന് പറഞ്ഞാൽ 14 ആണ്, 14 1 ആയ 13, 13ാമത്തെ ലെറ്റർ എം. കെ എന്ന് പറഞ്ഞാൽ 11, 11 1 12, 12ാമത്തെ ലെറ്റർ എൽ. ക്യൂ ബി എം എൽ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്, ഓപ്ഷൻ എ ഉത്തരം. ഓക്കെ, 9ാമത്തെ ക്വസ്റ്റ്യൻ. എ ഇസ് ദ സൺ ഓഫ് സി. നമുക്കൊന്ന് വരച്ച് എഴുതുന്ന കേട്ടോ. എ ഇസ് ദ സൺ. എ എന്ന് പറഞ്ഞാൽ സൺ ആണ്. ആണുങ്ങൾക്കല്ല നമ്മൾ സ്ക്വയർ ആ കൊടുക്കുന്നത്, പെണ്ണുങ്ങൾക്കല്ല, സ്ത്രീജനങ്ങൾക്കല്ല നമ്മളൊരു വട്ടം. എ ഇസ് ദ സൺ ഓഫ് സി. എ എന്ന് പറയുന്ന സൺ ആണ്. ആരുടെ? സിയുടെ. സി ആരാ നമുക്ക് മനസ്സിലായിട്ടില്ല, അതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ വെച്ചു. എ ഈസ് ദ സൺ ഓഫ് സി. പുരുഷനാണോ, പുരുഷ കഥാപാത്രമാണോ, സ്ത്രീ കഥാപാത്രമാണോ മനസ്സിലാവാത്തോണ്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. സി ആൻഡ് ക്യൂ ആർ സിസ്റ്റേഴ്സ്. അപ്പൊ സി സിസ്റ്റേഴ്സ് ആണ്, മനസ്സിലായി. അപ്പൊ അവര് സഹോദരങ്ങളാ. സി ആൻഡ് ക്യൂ ആർ സിസ്റ്റേഴ്സ്. ഇത് ലേഡി കഥാപാത്രം. സി ആൻഡ് ക്യൂ ആർ സിസ്റ്റേഴ്സ്. സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ സഹോദരികൾ. ഇസഡ് ഈസ് ദ മദർ ഓഫ് ക്യൂ. ക്യൂവിന്റെ മദറാണ് ഇസഡ്. ഉറപ്പായിട്ടും സിയുടെ മദർ തന്നെയാണല്ലോ, സഹോദരങ്ങളായ സ്ഥിതിക്ക്.
Z ഈസ് ദ മദർ ഓഫ് Q. ഓക്കെ, ക്യൂവിന്റെ മദറാണ് Z. P ഈസ് ദ സൺ ഓഫ് Z. ഇസഡിന്റെ സണ്ണാണ് എന്തെന്ന് പറയുന്നത്, ഇസഡിന്റെ സണ്ണാണ് P. ഇസഡിന്റെ സണ്ണാണ് P. ഓക്കെ, അപ്പം ഇവരും സഹോദരങ്ങളാണെന്നുള്ള കാര്യം ഓർത്ത് വെച്ചേക്കണം. ക്യൂവും സഹോദരന്മാരാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ട്രൂ? താഴെ തന്നിരിക്കുന്നതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ? ഇപ്പൊ നിങ്ങൾ നോക്ക്, ഇസഡ് എന്ന ഒരമ്മ, ആ അമ്മയ്ക്ക് 3 മക്കൾ, 1 2 3. സി എന്ന ഒരു മോള്, Q എന്ന ഒരു മോള്, P എന്ന മകൻ. സിക്ക് ഒരു മോളും കൂടി, ഒരു മകനുണ്ട്, A. ഇത്രയുള്ള അതിൻ്റെ അകത്ത് കഥ. P ആൻഡ് A ആർ കസിൻസ്. പിയും എയും കസിൻസ് ആണ്. നല്ലല്ലോ, ഇവര് കസിൻസ് ആവുക, 2 ജനറേഷനാണ്. ഓപ്ഷൻ ചെയ്തിട്ട് ACP ആർ സിസ്റ്റേഴ്സ്. എയും സിയും സിസ്റ്റർ ആണോ? അല്ലല്ലോ, വെട്ടി. Q ഈസ് ദ മെറ്റേണൽ ഗ്രാൻഡ് ഫാദർ. Q ഒരിക്കലും ഗ്രാൻഡ് ഫാദറേ അല്ല, വെട്ടി. Q സിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പൊ ഇനി ഓപ്ഷൻ ഡി, 3 എണ്ണം വെട്ടി സ്ഥിതിക്ക് ഓപ്ഷൻ ഡി ഉറപ്പിക്കാമല്ലോ. ചെക്ക് ചെയ്യാം. P ഈസ് ദ മെറ്റേണൽ അങ്കിൾ ഓഫ് A. എയുടെ മെറ്റേണൽ അങ്കിൾ ആണ്. മെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരൻ. മെറ്റേണൽ അങ്കിൾ എന്ന് പറഞ്ഞാൽ അമ്മയുടെ സഹോദരൻ. ഓക്കെ, അപ്പൊ A C, എയുടെ അമ്മയാണ് C. സിയുടെ സഹോദരനാണല്ലോ P. സിയുടെയും ക്യൂവിന്റെ സഹോദരനല്ലേ P. അപ്പൊ എയുടെ അമ്മ C, സിയുടെ സഹോദരൻ P. അപ്പൊ അമ്മയുടെ സഹോദരനാണല്ലോ. ഓക്കെ, ഓപ്ഷൻ ഡി ഉത്തരം ശരിയാണേ. അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. 20 എംപ്ലോയീസ് ആർ വർക്കിംഗ് ഇൻ ആൻ ഓഫീസ് ഇൻ 3 ഷിഫ്റ്റ്. 20 എംപ്ലോയീസ് 3 ഷിഫ്റ്റിലായിട്ട് ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ദ ഫസ്റ്റ് ഗ്രൂപ്പ് ഓഫ് 5 വർക്കേഴ്സ് ബിറ്റ്വീൻ 8 AM ആൻഡ് 2 PM. അതായത് ആദ്യത്തെ 5 പേര് രാവിലെ 8 മണി തൊട്ട് ഉച്ചയ്ക്ക് 2 മണി വരെയാണ് വർക്ക് ചെയ്യുന്നത്. ദ സെക്കൻഡ് ഗ്രൂപ്പ് ഓഫ് 10 വർക്കേഴ്സ് ബിറ്റ്വീൻ 10 AM ആൻഡ് 4 PM. രാവിലെ 10 തൊട്ട് 4 മണി വരെ 10 പീപ്പിൾ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ദ തേർഡ് ഗ്രൂപ്പ് ഓഫ് 5 വർക്കേഴ്സ്, അതായത് 5 പേരടങ്ങുന്ന തേർഡ് ഗ്രൂപ്പ് 12 noon ആൻഡ് 6 PM. അതായത് ഉച്ചയ്ക്ക് 12 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇൻ ഓഫീസ് ഹാസ് 3 കമ്പ്യൂട്ടേഴ്സ് ദാറ്റ് ആൾ എംപ്ലോയീസ് ഓഫൺ യൂസ്. അതായത് 3 കമ്പ്യൂട്ടേഴ്സ് ആണ് അവിടെ ഉപയോഗിക്കാൻ നമ്മുടെ ഓഫീസിലുള്ളത്. ദ കമ്പ്യൂട്ടർ ഈസ് ലൈക്ലി ടു ബി മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഡ്യൂറിങ് വിച്ച് അവർ. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന ടൈം ഏതാണ്? കമ്പ്യൂട്ടർ ഉപയോഗിക്കപ്പെടുന്ന ടൈം ഏതെന്നാ ചോദ്യം. മീൻസ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്, ആൾക്കാർ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ടൈം നോക്കിയാൽ പോരെ. ഏറ്റവും കൂടുതൽ ആൾക്കാർ ആ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ടൈം ഏതാണ് നമുക്ക് കണ്ടെത്തണം. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ കുറച്ച് കഥകളുണ്ട്. 8 മണി തൊട്ട് 2 മണി വരെ. ഇവിടെ കുറെ ടൈം പറയുന്നുണ്ടല്ലോ. 8 AM 2 PM, 10 AM 4 PM, 12 noon 6 PM. അങ്ങനെ 1 2 3 4 5 6 ടൈം പറയുന്നുണ്ട്. അപ്പൊ അവിടെ ഇതിനകത്ത് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. 8 മണി തൊട്ട് 6 മണി വരെ അവിടുത്തെ വർക്കിംഗ് ടൈം നമുക്ക് പിടികിട്ടാം, മനസ്സിലാക്കാം കേട്ടോ. രാവിലെ 8 മണി തൊട്ട് വൈകിട്ട് 6 മണി വരെ. അപ്പൊ ഞാൻ അതൊന്ന് എഴുതുക. 8 AM ടു 6 PM. ഇതിനിടയ്ക്കുള്ള ടൈമുകൾ നമുക്ക് ഓർഡറിൽ ഒന്ന് ചുമ്മാ എഴുതാം. ചുമ്മാ ഓർഡറിൽ ഒന്ന് എഴുതാം. അപ്പൊ 8 AM 6 PM. 8നോട് ഏറ്റവും നിയറസ്റ്റ് ഉള്ളത് 10. അപ്പൊ ആ 10 AM ഞാൻ ഒന്ന് എഴുതി വെച്ച്. പിന്നെ 10 കഴിഞ്ഞാൽ പിന്നെ ഞാൻ 8 AM എഴുതി, 10 AM എഴുതി. പിന്നെ നിയറസ്റ്റ് 12 മണിയാണ്. അപ്പൊ 12 PM. ഉച്ചയ്ക്കുള്ളത് 12 PM ആണ് കേട്ടോ. 12 PM. നിങ്ങളുടെ ഓപ്ഷൻ പ്രകാരം ഇത് ഇവിടെ ഒരു 12 AM കിടപ്പുണ്ട്. അത് മിക്കവാറും PM ആവാനാണ് ചാൻസ് കേട്ടോ. കാരണം 12 AM എന്ന് പറഞ്ഞാൽ രാത്രി 12 മണിയാണ്. ആ സമയത്തൊന്നും ആരും പോയി വർക്ക് ചെയ്യത്തില്ലല്ലോ. അപ്പൊ അത് നമ്മുടെ ഓഫീസ് ടൈമിൽ ഇല്ല താനും. ഇനി പിന്നെ അടുത്തത് 4 ആണ്. അപ്പൊ 4 ഞാനൊന്ന് എഴുതി വെച്ചു. 4 അല്ല, 2 ഉണ്ടല്ലേ. അപ്പൊ ഒരു 2 PM ഉണ്ട്. അപ്പൊ ആ 2 PM ഞാൻ ഒന്ന് എഴുതി. പിന്നെ ഒരു 4 PM ഉണ്ട്. ആ 4 PM എഴുതി. ജസ്റ്റ് ഒന്ന് എഴുതിയതാ, വെറുതെ എങ്ങനെ ഒന്ന് എഴുതി വെച്ച് അവിടുത്തെ ആ ഷെഡ്യൂൾ ഒന്ന് മനസ്സിലാക്കാൻ. ഇനി നമുക്ക് 8 to 2 5 മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. 8 to 2. അപ്പൊ ഇത്രയും സമയത്ത് 5 മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. 5 ഇത്രയും സ്ഥലത്ത് 5 മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. 10 to 4 10 മെമ്പേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ 10 to 4 10 മെമ്പേഴ്സ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്ക്.
അപ്പൊ ഇത്രയും ഭാഗത്ത് അപ്പം ഈ 5 പേരുണ്ട്, ഈ വരിയിൽ 5 പേരുണ്ട്. ഈ വരി എന്ന് പറഞ്ഞാൽ 10 പേരുടെ നമ്പരാ. അപ്പൊ ഇവിടെ 10 പേരുണ്ട്, ഈ വരിയിൽ ഇങ്ങോട്ട് 10 പേരുണ്ട്. അപ്പൊ ഈ ഭാഗം നിങ്ങൾ നോക്കുവാണെങ്കിൽ 5 ഈ 10:4 എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണേ, 10:4 എന്ന് പറയുന്നത് 10 പേരാ വർക്ക് ചെയ്യുന്നത്. അപ്പൊ ഈ 10 തൊട്ട് 2 മണി വരെ ആ ഓഫീസിൽ ഈ രാവിലെ വന്ന 5 പേരും കാണും, ഈ 10 മണിക്ക് വന്ന 10 പേരും കാണും. 15 പേര് എന്തായാലും ഈ ടൈമിലുണ്ട്. ഈ ടൈമിൽ എന്തായാലും 15 ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ 5 വരെ ഉള്ളു, ഈ ഭാഗത്തൊക്കെ 10 വരെ ഉള്ളു. ഈ ഭാഗത്ത് ഇപ്പം എഴുത്ത് 60 വെച്ച് ആരും വന്നിട്ടില്ല, ഇനി വരാതിരിക്കുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് 12 മണി തൊട്ട് ഈ 12 മണി തൊട്ട് 6 മണി വരെ, വൈകിട്ട് 6 മണി വരെ എത്ര പേര്? 5 വർക്കേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്, 5 വർക്കേഴ്സ്. അപ്പൊ നിങ്ങൾ വീണ്ടും ഒന്ന് ആലോചിച്ച് നോക്ക്. ഈ ഭാഗത്തിൽ ഈ 3 വരെ വന്നേക്കുന്നേ, ഈ 3 വരയിൽ ആരൊക്കെയുള്ള? ഈ 5ന്റെ വരയോടൊപ്പമുണ്ട്, ഈ 10ന്റെ വരയോടൊപ്പമുണ്ട്, ഈ 5ന്റെ വരയോടൊപ്പമുണ്ട്. ഏറ്റവും കൂടുതൽ വര വന്നേക്കുന്നിടത്താണ് ഏറ്റവും കൂടുതൽ ആൾക്കാരുള്ളത്. അപ്പൊ ഈ 12 മണി തൊട്ട് 2 മണി വരെയുള്ള സെക്ഷനിൽ കൂടുതൽ വര 1, 2, 3 വരെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഭാഗം നിങ്ങൾ നോക്കപ്പോ അവിടെ എല്ലാവരും ഉണ്ട്. 20 പേര്, ആ 20 പേരും കാണുന്ന ടൈം 12:2. അപ്പൊ ആ സമയത്തായിരിക്കുമല്ലോ കൂടുതലായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കപ്പെടുന്നത്. അപ്പൊ 12 PM to 2 PM യഥാർത്ഥത്തിൽ ആ ഓഫീസിൽ ഏറ്റവും കൂടുതൽ കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന സമയം. അപ്പൊ ഇത് 8:12 ആണ്, അല്ല 10:12 അല്ലാണ്, ഇത് 12:2. ഇതാണ് നമ്മുടെ ഉത്തരം. പക്ഷെ ഇവിടെ AM കിടക്കുന്നതുകൊണ്ട് കൺഫ്യൂഷൻ ഉണ്ട്. എന്നിരുന്നാൽ പോലും ഓപ്ഷൻ സി നമ്മൾ കറുപ്പിക്കുകയാണ്, AM PM ആക്കണം. പക്ഷേ ഓക്കെ, 12 PM to 2 PM. 2 PM to 4 PM ആണോ? 4 PM-ലൊക്കെ 15 പേരുണ്ട്. 15 പേരെ 2 PM to 4 PM. ഓക്കെ, 20 പേരുണ്ട് ഈ 12 PM to 2 PM. 20 പേരും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ആയിരിക്കുമല്ലോ കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നത്. സംഭവം ഇത്രയേ ഉള്ളൂ, വളരെ ഈസിയാണ്. അപ്പോൾ വീണ്ടും കാണാം.